പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് വീണ്ടും കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ, ആയുസിൽ കാണാത്തൊരു പുതിയ പ്രഭാതം, പുത്തൻ പുലരി കൂടെ കാണുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിച്ച് ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദിയും കർത്താവിനോട് സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം ദൈവവചന ധ്യാന ചിന്തയോടെ നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം യോശുവയോട് പറഞ്ഞ് ഏത് സാഹചര്യത്തിലാണെന്നുള്ളത്. 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യോശുവ 3:5 പറയുന്നത്, യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഈ വചനം വായിക്കുമ്പോൾ മുമ്പ് ചെങ്കടൽ പിളർന്ന് ജനത്തെ അക്കരെ കടത്തിയ ഒരു ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ട്. അവിടെ ഇവിടവുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞ ഒരു മെച്ചുറായ വിശ്വാസിയുടെ അനുഭവത്തിന്റെ ഒരു തലത്തിലേക്ക് ഇതിനെ ഒന്ന് എടുത്തു വയ്ക്കണം. കാര്യം, ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ജനം വന്ന് ചെങ്കടലിന്റെ തീരത്ത് വരുമ്പം അവർ അത്ഭുതം കണ്ടു, 10 ബാധകൾ കണ്ടു, കടിഞ്ഞൂൽ സംഹാരം, പിന്നെ അതിനിടയ്ക്ക് നിന്ന് ജനത്തെ പുറത്തു കൊണ്ടിരുന്ന ദൈവത്തിന്റെ പദ്ധതി, അങ്ങനെ പെസഹ ആചരിച്ച് ചോരത്തളി ആചരിച്ച് പുറത്തു വന്ന് ഈ ചെങ്കടലിന്റെ ചെങ്കടലിൽ എത്തി നിൽക്കുമ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. ചെങ്കടലിന്റെ തീരത്ത് നിന്ന് മോശ ദൈവത്തോട് നിലവിളിക്കുന്നു, ജനം പിറുപിറുക്കുന്നു, അവിടെ ചുറ്റുള്ളി ചീരുള്ളി ചിറച്ചിക്കരങ്ങളുടെ അരികെ ഞങ്ങൾ ഇരുന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ ഒരലങ്കോലമായി ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിന്റെ സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. എന്നാല് ഇവിടെ എത്തുമ്പം ഈ നമ്മൾ കാണുന്ന ഇവിടെ, അതായത് ഈ യോർദാനിൽ എത്തുമ്പം സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ആരും നിലവിളിച്ച് കാണുന്നില്ല, ജനം പിറുപിറുക്കുന്ന കാണുന്നില്ല, യോശുവ നിലവിളിക്കുന്നതും കാണുന്നില്ല. ഒരു നിലവിളിയില്ല, പിറുപിറുക്കലില്ല, ഒരു പ്രോബ്ലം അവിടെ ഉണ്ടാകുന്നില്ല. അവിടെ വളരെ ശാന്തമാ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ യോശുവ ജനത്തോട് പറയുന്നു. പിന്നെ നമ്മൾ കാണുമ്പം മോശയ്ക്ക് ശേഷമുള്ള ലീഡർഷിപ്പ് യോശുവ കൊണ്ടുവരുമ്പോൾ യോശുവയുടെ സമയത്ത് യോശുവ ഒരാളുടെ അടുത്ത് പറയുന്നു, അല്ലെങ്കിൽ യോശുവയുടെ എതിർത്ത് പിറുപിറുക്ക് നമ്മൾ കാണുന്നില്ല. ഒരു മെച്യൂരിറ്റിയുടെ അനുഭവത്തിലേക്ക് വിശ്വാസികൾ വന്നതുപോലെ ഒരു അനുഭവമുണ്ട്. ഒരിക്കൽ യോശുവ പറഞ്ഞു, നിങ്ങൾ ആരെ സേവിക്കണോ നിങ്ങൾ തിരഞ്ഞെടുത്തോ, നിങ്ങൾക്ക് നദിക്ക് അക്കരത്തെ ദേവന്മാരെ വേണോ, അല്ല നിങ്ങൾക്ക് ആരെ വേണം നിങ്ങൾ തിരഞ്ഞെടുത്തോ. 24-ാം അധ്യായത്തിൽ കാണാം. അപ്പോ ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ സേവിക്കും, നിങ്ങൾ ആരെ? അപ്പം ജനം മുഴുവൻ പറയുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തെ മാത്രമേ സേവിക്കുള്ളൂ എന്ന്. ഇവിടെ യോശുവ ജനത്തോട് പറയുക, മുമ്പ് പരിചയമുള്ള എന്ന് പറഞ്ഞാൽ ആ ജനത്തിന്റെ കേട്ടുകേൾവിയുള്ള അതേ ജനം, ഒരുപക്ഷെ 20 വയസ്സിൽ താഴെയുള്ള ആളുകളൊക്കെ കണ്ടിട്ടുള്ള, അത്ഭുതം കണ്ടിട്ടുള്ള അവർ തന്നെ ഇവിടെ വരിക. അവർ യോർദാന്റെ തീരമെത്തി, കടപ്പാൻ കഴിയുന്നില്ല, എങ്ങനെ കടക്കുമെന്ന് ആലോചിച്ച് നിൽക്കുക. ആ സാഹചര്യത്തിനകത്ത് യോശുവ നിൽക്കുമ്പം വളരെ സാവധാനത്തില് യോശുവ ജനത്തോട് പറയുക, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. അതിനു മുമ്പിൽ ഒരു ചോദ്യമില്ല, ദൈവം അതിശയം പ്രവർത്തിക്കുവോ, ഇതെങ്ങനെ സംഭവിക്കും, ഇത് സാധിക്കുവോ, ഒരു ചോദ്യം അതിനു മുമ്പിലില്ല. അതിനു മുമ്പിൽ എങ്ങനെ സംഭവിക്കുമെന്നൊരു ചോദ്യമില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. ഇവർക്കറിയാം ദൈവം പ്രവർത്തിക്കുമെന്ന് യോശുവയിലൂടെ പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണെന്ന് യോശുവയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഈ യോശുവ ജനത്തോട് പറയുമ്പോൾ ജനം അംഗീകരിക്കുക. മുറവിളിയില്ല, പിറുപിറുപ്പില്ല, അനക്കമില്ല, വളരെ ശാന്തമായി ജനം നിൽക്കുക. അപ്പൊ ദൈവവും യോശുവുമായിട്ട് ശാന്തമായി സംസാരിക്കുക. യഹോവ യോശുവയോട് പെട്ടെന്ന് വെച്ച് പുരോഹിതന്മാരുടെ മുന്നോട്ട് വരാൻ പറ. അവര് ശാന്തമായിട്ട് മുന്നോട്ട് വന്നു. എത്ര ക്രമീകൃതമായിട്ടും ആ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രമീകൃതമായിട്ട് ആ കാര്യങ്ങൾ നടക്കുന്നത്. പുരോഹിതന്മാർ മുന്നോട്ട് വന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അവര് നടക്കട്ടെ. യഹോവ പറയുക, അവരുടെ കാലുകൾ വെള്ളത്തിൽ പതിയട്ടെ. പെട്ടകം തോളിൽ വരച്ചിരിക്കുന്ന പുരോഹിതന്മാരുടെ കാലുകൾ വെള്ളത്തിന്റെ വക്കത്ത് മുക്കട്ടെ, വെള്ളത്തിൽ പതിയട്ടെ എന്ന് പറഞ്ഞാൽ പാദങ്ങൾ വെള്ളത്തിൽ മുങ്ങട്ടെ. അങ്ങനെ മുങ്ങി. അങ്ങനെ വെള്ളം മുങ്ങുന്ന സമയത്ത് ഒഴുകിപ്പോകുന്ന വെള്ളം താഴോട്ട് ഒഴുകിപ്പോകുകയും ബാക്കി മതിൽ പോലെ വെള്ളം നിന്നു. ജനം മുഴുവൻ അക്കരെ കടക്കുവോളം എന്ന് എഴുതിയിരിക്കും. ജനം മുഴുവൻ അക്കരെ കടക്കുവോളം ആ വെള്ളം അങ്ങനെ തന്നെ നിന്നു. ഇവിടെ ശ്രദ്ധിക്കണേ, ദൈവിക പദ്ധതിയെ കുറിച്ചൊന്ന് ശ്രദ്ധിക്കണം.
ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ദൈവജനമേ ഒന്ന് ചിന്തിക്കണം. ദൈവിക പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കണം. ദൈവം തമ്പുരാൻ ഒരു വസ്തുത കൽപ്പിച്ചാക്കിയെങ്കിൽ പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ കാലടികൾ വെള്ളത്തിൽ നിന്നു. പഴയ പോലെയല്ലേ, മോശ ഒന്നും വഴി നീട്ടുന്നില്ല, മോശ നിലവിളിക്കുന്നില്ല, ജനം പിറുപിറുക്കുന്നില്ല. എല്ലാം ഒരു പക്വതയോടെ. ഒരുപക്ഷെ യോർദാനേക്കാൾ ചെങ്കടലിനേക്കാൾ വലുതാണ് യോർദാൻ, കരകവിഞ്ഞൊഴുകുന്ന. പക്ഷെ ഈ പ്രോബ്ലത്തിനകത്ത്, ഈ പ്രതിസന്ധിക്കകത്ത് ജനത്തിന് മുന്നോട്ട് പോകാൻ പറ്റി. ഇനി വചനം കേൾക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കുമ്പോ, കുഞ്ഞെ, നിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. അതുകൊണ്ട് ആ സങ്കീർത്തനങ്ങളിൽ ആവർത്തിച്ച് തിരിഞ്ഞു നോക്കാൻ കൽപ്പിച്ചിരിക്കുന്നത്, തിരിഞ്ഞു നോക്കാൻ പറയുന്നത്. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച ദൈവം. അപ്പൊ ഈ ജനം യോർദാൻ വന്ന് തിരിഞ്ഞു നോക്കുക. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു, ചെങ്കടൽ പിളർന്ന് അക്കരെ എത്തിച്ചു, വെള്ളമില്ലാത്തടത്ത് വെള്ളം തന്നു, പാറയെ പിളർന്ന് വെള്ളം തന്നു, മാറയെ മധുരമാക്കി, കാടയെ തന്നു, മന്നയെ പൊഴിച്ചു തന്നു. ഈ മന്നയെ പൊഴിച്ചു തന്നു. പിന്നെ ചോദിച്ചിടത്ത് ദൈവം ഇറങ്ങി വന്നു, അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നു. ആ ദൈവത്തെ കണ്ടിട്ട് പിന്നെ അവർക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. പിന്നെ ഈ ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് മറക്കാൻ പറ്റുന്നില്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് നമ്മൾ തുടങ്ങുമ്പോൾ പറയുന്നില്ലേ, നമുക്ക് ആയുസ്സും ആരോഗ്യം തന്ന ദൈവം. പിന്നെ അപ്പൊ പറയും, ലോകത്തിൽ എല്ലാവർക്കും ദൈവം അത് കൊടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ കാര്യം എനിക്കറിയത്തില്ല. എനിക്ക് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ശ്വാസം കൊടുക്കുന്നൊക്കെ ദൈവമാണോ, അന്നാ ദൈവം ഇല്ലെങ്കിൽ ഇതൊന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് ശ്വാസം തരുന്ന ദൈവമാ, എന്റെ ഉള്ളിൽ ജീവശ്വാസം തന്നിരിക്കുന്ന ഈ ജീവനുള്ള ദൈവമാ. അതെനിക്കറിയാം, എനിക്ക് ഉറപ്പാ. ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ദൈവം ചെയ്തിട്ടുള്ള നന്മകള്, അപകടത്തിൽ നമ്മളെ വിടുവിച്ച ദൈവം, അനർത്ഥത്തിൽ നിന്ന് മോചിപ്പിച്ചത്, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നമ്മളെ നിർത്തിയത്, ഒരിക്കലും കൈവിടാതെ നമ്മളെ ഇവിടം വരെ ഈ യോർദാൻ വരെ എത്തിച്ചത്, ഈ പ്രതിസന്ധിയിലും ദൈവം കൈവിടുത്ത് കളയത്തില്ല. കാരണം പെട്ടകം തോളിൽ വഹിക്കുന്ന പുരോഹിതന്മാർ, അങ്ങനെ പെട്ടകം തോളിൽ വഹിക്കുന്ന, ഒരു തരത്തിൽ പറഞ്ഞ ദൈവത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ നിയമം തോളിൽ വഹിക്കുന്ന പുരോഹിതന്മാർ, അവർക്ക് അവര് ഭയപ്പെടുന്നില്ല. അവരോട് പറഞ്ഞ് കാല് ഒന്ന് വെള്ളത്തിൽ പതിയട്ടെ, മതി. ബാക്കി ദൈവത്തിന്റെ, നീ ചെയ്യാനുള്ളത് നീ ചെയ്യുക, ദൈവം പ്രവർത്തിക്കാനുള്ളത് ദൈവം ചെയ്യും. കുഞ്ഞ്, നിന്റെ ഭാഗം നീ ചെയ്യുക, ബാക്കി ദൈവം ചെയ്യുമെന്ന്. നീ പ്രാർത്ഥിക്കണോ, നീ മുട്ടയിലിരിക്കുക, നീ പ്രാർത്ഥിക്കുക, ബാക്കി ദൈവം ചെയ്യും. ഹന്നയെ പോലെ നീ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുക, ബാക്കി ശമൂവേലിനെ തരുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദാവീദിനെ പോലെ നീ ഒന്ന് നിലവിളിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുക, ബാക്കി പദ്ധതികൾ ദൈവത്തിന്റെ കരത്തിലാണ്. ചന്ദ്രക്കമേശ് അവതരിക്കോവലോ നീ ഒന്ന് സ്റ്റേനായിട്ട് നിൽക്കുക, ബാക്കി ദൈവത്തിന്റെ പക്കലാണ്. രേഖ വിരോധമായി എന്ന് കാണുമ്പോൾ ദാനിയേലിനെ പോലെ നീ പ്രാർത്ഥിക്കാൻ കയറുക, ബാക്കി ദൈവത്തിന്റെ കയ്യിലാണ്. പത്രോസിനെ, പൗലോസിനെ പോലെ, ശീലാസിനെ പോലെ അതേ കാരാഗ്രഹത്തിനകത്തും പ്രാർത്ഥിക്കാൻ നീ ചെയ്യാനുള്ളത് നീ ചെയ്തോ, ബാക്കി ദൈവം ചെയ്യും. ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, നീ ചെയ്യാനുള്ളത് നീ ചെയ്യുക, ബാക്കി ദൈവം ചെയ്യും. നിന്റെ കയ്യിൽ പ്രമാണമുണ്ടോ, നിന്റെ കയ്യിൽ ദൈവത്തിന്റെ പദ്ധതികളുണ്ടോ, നീ ചെയ്യാനുള്ളത് നീ ചെയ്യുക, ബാക്കി ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി ചെയ്യും. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒന്നുകൂടെ സമർപ്പിക്കാം. പെട്ടകം തോളി വഹിക്കുന്ന പുരോഹിതന്മാർ, അതങ്ങനെ തന്നെ ആവട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവെ, ജനത്തെ അനുഗ്രഹിക്കുന്നു. വചനം കേൾക്കുന്ന ജനത്തെ അനുഗ്രഹിക്കുന്നു. പെട്ടകം തോളിൽ വഹിക്കുന്ന പുരോഹിതന്മാരുടെ കാലടികൾ വെള്ളത്തിൽ പതിയുമ്പോൾ അത് യോർദാൻ മാറി നിന്നു എന്ന് വായിക്കുന്നത് പോലെ കർത്താവെ, ജനത്തെ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യോശുവ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. നാളെ ജനത്തിനു വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. കർത്താവെ, കേൾക്കുന്ന ജനത്തിനു വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന വൻ കാര്യങ്ങൾക്കായി സ്വതന്ത്രം വിശ്വാസത്തോടെ അതിനായി കാത്തിരിക്കുവാൻ ദൈവജനത്തെ ദൈവം ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തും, അദൃശ്യ സാന്നിധ്യത്താൽ നിറയ്ക്കും. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് കൂടിയിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം, ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിന്റെ കൃപ കൂടിയുള്ളതിനായി നന്ദി. തൃക്കരകളിൽ സോറി പ്രാർത്ഥന കേട്ടിക്കാൽ സ്തോത്രം. സകല മാനവമഹത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. വാക്ക് വിത്ത് ജീസസ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിന്റെ വിശാലമേറിയ ചിറകടിയിൽ നമ്മളെ മറയ്ക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.